പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത് ഇവര് ടയറൊക്കെ എങ്ങനെ ഇത്ര സൂക്ഷ്മമായിട്ട് നോക്കൂ? അയാൾ ഇങ്ങനെ നോക്കിയപ്പോ കണ്ടില്ല, പാസ് കഴിഞ്ഞപ്പോ ടയർ ഷഡ് കാണാൻ പറ്റും. മാനിറ്റോറിയം ഗ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാനഡയിലെ ഐലൻഡിലാണ് താമസിക്കുന്നതെന്ന്. ഇത് നോർത്തേൺ ഒന്റാരിയോയിലുള്ള മാനിറ്റോറിയം ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡാണ് കേട്ടോ. അവിടെ ഗോർബെ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞങ്ങളിപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ അപ്പുറമുള്ള സെഡ്ബറി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോവാണ് ഞാനും ചേട്ടനും കൂടെ. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യണം, പിന്നെ ഒരു ബാങ്ക് അപ്പോയിൻമെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. ഇയാളാ സൈഡിൽ കിടന്നായിരുന്നു, ഞാൻ കണ്ടു. ആണോ? അങ്ങനെ പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് ഈ കളർ വണ്ടി ആയതുകൊണ്ട് അറിയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നിയത് കണ്ടപ്പോ തന്നെ ചില സാധനം കെട്ടടിക്കുമ്പോ കിട്ടൂടി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത് ഇവര് ടയറൊക്കെ എങ്ങനെ ഇത്ര സൂക്ഷ്മമായിട്ട് നോക്കൂ? അയാൾ ഇങ്ങനെ നോക്കിയപ്പോ കണ്ടില്ല, പാസ് കഴിഞ്ഞപ്പോ ടയർ ഷഡ് കാണാൻ പറ്റും. $1 fine, but it's just a warning, okay? Okay. So get them changed. Yeah, sure. Thank you. ഇപ്പം നിങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് പുള്ളോവർ കിട്ടിയതാണ്. പുള്ളോവർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പോലീസ് വണ്ടി പുറകെ നിന്ന് ലൈറ്റ് പിന്നിക്കും നമ്മൾ സൈഡിലേക്ക് ഒതുക്കി നിർത്തുക. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ വിൻ്റർ ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇവിടെ ശരിക്കും മെയ് 30-നുള്ളിൽ അത് ചേഞ്ച് ചെയ്യണം. പക്ഷേ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത കാരണം കൊണ്ട് ടിക്കറ്റ് കിട്ടിയില്ല, ജസ്റ്റ് മോർണിംഗ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഈ എൻ്റർ ചെയ്യുന്ന ബ്രിഡ്ജ് ലിറ്റിൽ കറണ്ട് സ്വിംഗ് ബ്രിഡ്ജ് എന്നാണ് ഇങ്ങനെ പറയുന്നത്. ഇത് ഐലൻഡിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കേട്ടോ ഈ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കപ്പലൊക്കെ വരുമ്പോഴേക്കും ഈ ബ്രിഡ്ജ് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ടിമ്മി കയറി എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന്. പിന്നെ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഹാഷ് ബ്രൗൺസ് ആണ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്ക്രാമ്പിൾഡ് എഗ് ലോഡഡ് ബ്രേക്ക്ഫാസ്റ്റ് ബൗളായിരുന്നു. നീളമുള്ള പേരാണെങ്കിലും കുറച്ച് മുട്ട, സോസ്, ഹാഷ് ബ്രൗൺസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അത് നല്ലോണം കഴിച്ചു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു ചായയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചായയും കുടിച്ച് കുറച്ച് ഭക്തിഗാനമൊക്കെ കേട്ട് ഭക്തിസാന്ദ്രമായിട്ടാണ് പോയത്. കാരണം ഞങ്ങൾ മിക്കവാറും എല്ലായിടത്തും പോകുമ്പോഴും ഭക്തിഗാനങ്ങളാണ് ഇടുന്നത്. കാരണം മനസ്സിനൊരു ആശ്വാസം കിട്ടും, പിന്നെ നാടിനെക്കുറിച്ചുള്ള ഓർമ്മയും കിട്ടും. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. സെഡ്ബറി എത്തിട്ടോ. സെഡ്ബറി എത്തിയിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ പോയത് വണ്ടിയുടെ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാൻ കൊടുക്കാനാണ്. അവിടെ കുറച്ച് നേരം പോസ്റ്റായി, കാരണം വണ്ടി യൂബർ നോക്കിയിട്ട് അതൊന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കിട്ടിയ ഒരു ടാക്സി പിടിച്ച് അടുത്തുള്ളൊരു മോളിലേക്കാണ് ആദ്യം പോകുന്നത്, കാരണം ബാങ്ക് അപ്പോയിൻമെൻറ്റിനുള്ള ടൈം ആയിട്ടില്ല. പക്ഷേ ആ ടാക്സിയിലെ ഡ്രൈവർ ഒരു മലയാളിയായിരുന്നു. പിന്നെ പുള്ളിയുടെ കൂടെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നേരെ മുകളിലേക്ക് പോയി. മുകളിലും ഒരു ചെറുതായിട്ട് പോസ്റ്റായി, കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. 1-2 സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അത് മേടിച്ച് കുറച്ച് നേരം പിന്നെ അവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങൾ ബാങ്കിലേക്ക് പോയി. അന്നേരം ബാങ്ക് അപ്പോയിൻമെൻറ്റ് ടൈം ആയിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി നടക്കുന്ന കാഴ്ചയാണിത്. നടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു, കാരണം ഒരുപാട് നാളായി ഇങ്ങനെ നടന്നിട്ട്. ഇപ്പോൾ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് പേര് നടന്നപ്പോൾ വീണ്ടും വിശന്നു. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ള വേറൊരു ഹോട്ടലിൽ കയറി. ഇതൊരു മുംബൈ ഒക്കെ ആ ഒരു സ്റ്റൈലുള്ള ഫുഡാണ് ഇവിടെ. ഗ്ലാസ്സൊക്കെ നല്ല രാജകീയമായിട്ടുള്ള ഗ്ലാസ് ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല, മറന്നുപോയി. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു. അത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്നേരം വിശന്നിരിക്കുന്ന കാരണം കൊണ്ട് ചൂടൊന്നും നോക്കാൻ പറ്റിയില്ല. അതെല്ലാം കഴിച്ചിട്ട് പിന്നെ അടുത്ത വന്നത് ഒരു ചട്ടിയിൽ നിറയെ ബിരിയാണിയായിരുന്നു. ബിരിയാണിയും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുവരെ കഴിച്ച ബിരിയാണിയിൽ നിന്നൊരു ഡിഫറെൻറ്റ് ബിരിയാണി ആയിരുന്നു, കാരണം ഇതൊരു മുംബൈ സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. കാരണം ഞങ്ങൾ സാധാരണ സെഡ്ബറി വരുമ്പോൾ ഹൈദരാബാദി ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്യുന്നത്. എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചേട്ടനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി.
വർക്കിലേക്ക് വേണ്ട 1-2 സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതെടുക്കാൻ പോയിട്ട് ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ക്രോസ് ചെയ്യണമെങ്കിൽ സൈഡിലൊരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കി നമുക്ക് ഗ്രീൻ സിഗ്നൽ വന്നാൽ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. നാട്ടിലെ പോലെ റോഡിലേക്ക് എടുത്ത് ചാടാനൊന്നും പറ്റില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ സാധനമൊക്കെ മേടിച്ചിട്ട് അടുത്ത ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ടാക്സി മേടിച്ച് വീണ്ടും നമ്മൾ വണ്ടി എടുക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ കുറച്ച് നേരം പിന്നെയും പോസ്റ്റ് ആയിരുന്നു, കാരണം കുറച്ച് സമയം എടുത്തു കേട്ടോ വണ്ടി കിട്ടാൻ. പക്ഷേ അത്രയും സമയം എടുത്തെങ്കിലും നല്ല സർവീസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ ഭയങ്കര ക്ലീൻഡ് ആയിരുന്നു. അങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഈ ബസ് കണ്ടത്. അപ്പം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു. ഇതാണ് ഇവിടുത്തെ സ്കൂൾ ബസ് കേട്ടോ. അങ്ങനെ ഇരുന്നിരുന്ന് നമ്മുടെ ട്യൂസ് കുട്ടപ്പനായിട്ട് ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു ഐസ് ക്യാപ്പൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. പിന്നെ ഞാനിവിടെ ലാസ്റ്റിൽ ആ ബ്രിഡ്ജിൻ്റെ ലോങ് വ്യൂവും നൈറ്റ് വ്യൂ ഒക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.